എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും തമീം എഡ്യൂവേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഇന്നത്തെ വിഷയം ലോക ചരിത്രം ക്വിസ്. ചോദ്യം 1. ഏറ്റവും വലിയ പിരമിഡായ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ പണി കഴിയിപ്പിച്ച ഫറവോ ആര്? ഉത്തരം കുഫു. ചോദ്യം 2. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജെയിംസ് മാഡിസൺ. ചോദ്യം 3. റോമ സാമ്രാജ്യത്തിന്റെ തുടർച്ചയായി അറിയപ്പെടുന്ന സാമ്രാജ്യം ഏത്? ഉത്തരം ബൈസാന്റൈൻ സാമ്രാജ്യം. അടുത്ത ചോദ്യം. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിൽ കാലുകുത്തിയ വർഷം ഏത്? ഉത്തരം 1492. ചോദ്യം 5. ലോകം ചുറ്റിക്കറങ്ങിയ ചരിത്രത്തിലെ ആദ്യത്തെ നാവിക ദൗത്യത്തിന്റെ തലവൻ ആരായിരുന്നു? ഉത്തരം ഫെർഡിനൻഡ് മഗല്ലൻ. അടുത്ത ചോദ്യം. യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി ഏത്? ഉത്തരം ബോലോഗ്ന യൂണിവേഴ്സിറ്റി. അടുത്ത ചോദ്യം. ലോകത്തിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത്? ഉത്തരം ബ്രിട്ടൻ. അടുത്ത ചോദ്യം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പതാക ഏതു രാജ്യത്തിൻ്റെത്? ഉത്തരം ഡെൻമാർക്ക്. അടുത്ത ചോദ്യം. പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ഏത്? ഉത്തരം BC 776. അടുത്ത ചോദ്യം. ഏതു രാജ്യത്താണ് യൂറോപ്യൻ നവോത്ഥാനം ആരംഭിച്ചത്? ഉത്തരം ഇറ്റലി. അടുത്ത ചോദ്യം. വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏത്? ഉത്തരം ബ്രിട്ടൻ. അടുത്ത ചോദ്യം. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ ഔദ്യോഗികമായി തുറന്നുകൊടുത്ത വർഷം ഏത്? ഉത്തരം 1869. അടുത്ത ചോദ്യം. ഏതു പ്രദേശത്തെ പോരാളികളാണ് വൈക്കിങ്ങുകൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം സ്കാൻഡിനേവിയ. അടുത്ത ചോദ്യം. ചൈനീസ് ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ തലവൻ ആര്? ഉത്തരം മാവോ സേതുങ്. അടുത്ത ചോദ്യം. ഒക്ടോബർ വിപ്ലവം നടന്ന വർഷം ഏത്? ഉത്തരം 1917. അടുത്ത ചോദ്യം. ചൈനയിലെ ശിബായി ലഹള എന്നറിയപ്പെടുന്ന കലാപം ഏത്? ഉത്തരം ബോക്സർ കലാപം. അടുത്ത ചോദ്യം. ഏതു വർഷം മുതലാണ് സ്ത്രീകൾക്ക് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അനുമതി ലഭിച്ചത്? ഉത്തരം 1900. അടുത്ത ചോദ്യം. ജനങ്ങളുടെ കാർ എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ 1936 ഹിറ്റ്ലർ ആരംഭിച്ച കാർ നിർമ്മാണ കമ്പനി ഏത്? ഉത്തരം ഫോക്സ് വാഗൺ. അടുത്ത ചോദ്യം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങലിന് വഴിതെളിച്ച ചരിത്ര സംഭവം ഏത്? ഉത്തരം ഹിരോഷിമ നാഗസാക്കി അണുബോംബാക്രമണം. അടുത്ത ചോദ്യം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന്റെ കീഴിലായിരുന്ന ഇന്ത്യൻ പ്രദേശം ഏത്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.